മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിൽ NIA റെയ്ഡ്. കാക്കനാട് തേവക്കലിലെ വീട്ടിലാണ് തെലങ്കാനയിൽ നിന്നുള്ള NIA സംഘം റെയ്ഡ് നടത്തിയത്. 6.5 മണിക്കൂറോളം നീണ്ട റെയ്ഡിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. കഴിഞ്ഞ മാസം കൊച്ചി NIA ഓഫീസിൽ മുരളി കണ്ണമ്പിള്ളിയെ ചോദ്യം ചെയ്തിരുന്നു. പശ്ചിമഘട്ട മേഖലയിൽ സായുധ സംഘടനകൾക്ക് ശ്രമിക്കുന്ന മാവോയിസ്റ്റുകളുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്ന സംശയത്തിലാണ് റെയ്ഡ്. പിടിച്ചെടുത്ത ലാപ്ടോപ്പും പെൻഡ്രൈവും വിശദമായി പരിശോധിക്കും. അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. നിരോധിത സംഘടനയായ CPI മാവോയിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സഞ്ജയ് ദീപക് റാവുമായി ബന്ധമുള്ളതായും NIAക്ക് സൂചന ലഭിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് റെയ്ഡ് പൂർത്തിയാക്കി NIA സംഘം മടങ്ങിയത്. അടിസ്ഥാനരഹിതമായ കേസിന്റെ പേരിലാണ് റെയ്ഡെന്ന് മുരളി കണ്ണമ്പിള്ളി ആരോപിച്ചു. അപ്പോൾ NIAക്ക് കേസിനെ ഒന്ന് പൊലിപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ അവർ പൊലിപ്പിക്കണം എങ്ങനെയാണ്? ഒളിവിലുള്ള ആരാണ്ട് ഒരാളെ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള തെളിവ് ശേഖരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഈ രീതിയിൽ കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കി ആരെങ്കിലൊക്കെ പിടിച്ച് മാപ്പ് സാക്ഷിയാക്കി കള്ളക്കേസ് ഉണ്ടാക്കുക, ആൾക്കാരൊക്കെ പിടിച്ച് അകത്തിടുക, ഇതാണ് ഇവരുടെ പരിപാടി. തെക്കേ ഇന്ത്യൻ ഭീമാ കോറേഗാവ് കേസ് അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. രാജ്യദ്രോഹ കേസിൽ 2015 മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്ത മുരളി കണ്ണമ്പിള്ളി ജാമ്യത്തിലിറങ്ങിയ ശേഷം തേവക്കലിലെ വീട്ടിലാണ് താമസം. തെലങ്കാനയിൽ നിന്നുള്ള NIA സംഘം ഇന്ന് രാവിലെ 6:30യോടെയാണ് മുരളി കണ്ണമ്പിള്ളിയുടെ തേവക്കലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. വാറണ്ടുമായിട്ടായിരുന്നു അന്വേഷണ സംഘം എത്തിയത്. എന്നാൽ അഭിഭാഷകൻ എത്തിയ ശേഷമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂവെന്ന് മുരളി കണ്ണമ്പിള്ളി അറിയിച്ചതിനെ തുടർന്ന് പിൻവശത്തെ വാതിൽ തകർത്താണ് ഉദ്യോഗസ്ഥർ അകത്തു കടന്നത്. അടിയന്തരാവസ്ഥക്കാലത്തെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ മുഖ്യപ്രതിയായിരുന്ന മുരളി പിന്നീട് ഏറെക്കാലം ഒളിവിലായിരുന്നു. മാവോയിസ്റ്റുകൾ രൂപീകരിച്ച റവല്യൂഷണറി ഇന്റർനാഷണൽ മൂവ്മെന്റിന്റെ എ വേൾ ടു വിൻ എന്ന പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററായിരുന്നു. മാവോയിസ്റ്റ് ഗ്രൂപ്പിൽ ഗണപതിക്ക് ശേഷമുള്ള നേതാവായാണ് സൈദ്ധാന്തിക പരിവേഷമുള്ള മുരളി കണ്ണമ്പിള്ളി അറിയപ്പെടുന്നത്. ജനം, കൊച്ചി.